നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ റോഡിൽ മാൻഹോളിന്റെ സ്ലാബ് തുറന്ന നിലയിൽ. വാഹനയാത്രികർ അപകടഭീതിയിൽ. മഞ്ചേശ്വരം കുണ്ടുകുളുക്കയിൽ മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മഴക്കാല ബോധവൽക്കരണവുമായി GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറ ചതുരക്കിണർ കാട്ടിപ്പാറ റോഡ് തകർച്ചയിലായി വർഷങ്ങളായി. വലഞ്ഞ് യാത്രക്കാർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ റോഡിൽ മാൻഹോളിന്റെ സ്ലാബ് തുറന്നത് വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. നിലവിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വാഹനത്തിരക്കിൽ വീർപ്പുമുട്ടുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ ഇത് വലിയ അപകട സാധ്യതയാണ് ഉണർത്തുന്നത്. വാഹനത്തിരക്കിനാൽ വീർപ്പുമുട്ടുന്ന കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ റോഡിൽ മാൻഹോളിന്റെ സ്ലാബ് തുറന്ന നിലയിലുള്ളത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മറ്റു വാഹനങ്ങളെ മറികടക്കുമ്പോഴും വാഹനം തെറ്റിക്കുമ്പോഴും അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ കാൽനട യാത്രക്കാർക്കും ഇത് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ശ്രദ്ധയൊന്ന് തെറ്റിയാൽ കാൽ കുഴിയിൽ കുടുങ്ങുമെന്ന അവസ്ഥയാണുള്ളത്. നിലവിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയാണുള്ളത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുണ്ടുകുളുക്കയിൽ മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷം. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് കടുത്ത ദുരിതം നേരിടുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡായ കുണ്ടുകുളുക്കയിൽ മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷം. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. മഴക്കാലമായാൽ ഇവിടെ ഭൂരിഭാഗം വീടുകളിലും വെള്ളം കയറുന്നത് പതിവാണ്. ഇതുമൂലം പലരും വീടൊഴിഞ്ഞു പോകുവാൻ നിർബന്ധിതമായിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശമായതിനാൽ ശക്തമായി മഴ പെയ്താൽ വീട്ടുമുറ്റം വരെ വെള്ളവും ചെളിയും ഒഴുകിയെത്തും. ഏറെ ദിവസം കഴിഞ്ഞാലാണ് വെള്ളമിറങ്ങുക. മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന ചെളിയിൽ ചവിട്ടി മാത്രമേ ആളുകൾക്ക് വീട്ടിലേക്ക് കയറുവാനാകൂ. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രയാസമാണ് ഇതുമൂലം അനുഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. എത്ര കഷ്ടമാണ് ഇത്ര തണ്ണി നിറഞ്ഞിട്ട്. ഞങ്ങളിവിടെ ആരും കേൾക്കുന്നവർ പിടിക്കുന്നവർ എന്തില്ല. അയാൾ സിരൂർ പോയിനിപ്പ അവിടെ ഇതാക്കാൻ വേണ്ടിട്ട്. ഇവിടെ നാട്ടിൽ ഇങ്ങനെ ആയിട്ട് തണ്ണീര് മുങ്ങിട്ട് എത്ര സമയം ഇതാക്കുന്ന. അയാളെ വിളിച്ചിട്ട് അയാൾ വരുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾ എന്താക്കുന്ന, ഞങ്ങൾ ആരിൽ ചെല്ലണേ ഇതിന്റെ വിഷയമല്ല. ഒഴുകിയെത്തുന്ന മാലിന്യം കലർന്ന വെള്ളത്തിൽ നിന്ന് പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയുമുണ്ട്. മാലിന്യം നിറഞ്ഞ് റെയിൽവേ ഓവുചാലും ഇവിടെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഓവുചാലിലും 1 കിലോമീറ്ററിലധികം മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. സമയബന്ധിതമായി ഇത് നീക്കം ചെയ്യാത്തതിനാൽ മഴക്കാലത്ത് നാട്ടുകാർക്ക് എന്നും ദുരിതമാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹമീദ് ഹൊസങ്കടിയുടെ നേതൃത്വത്തിൽ അധികൃതരുമായി സംസാരിച്ച് ഓവുചാലിലെ ചെളിയും മണ്ണും നാട്ടുകാരുടെ സഹായത്തോടെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 30 വീടുകൾ വെള്ളത്തിൽ മഴക്കാലം വന്നെങ്കിൽ ഫുള്ള് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പിള്ളേർക്ക് സ്കൂളിലേക്കോ ദർസിലേക്കോ പോകാനുള്ള ഒരു അവസരമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത്. കുടിവെള്ളം പോലും ഇല്ലാതെ കുടിക്കാനുള്ള ഒരു അവസരമില്ല. കുടിവെള്ളമോ അല്ലെങ്കിൽ സേഫ്റ്റി ടാങ്ക് എല്ലാം ഒരേ രീതിയിലാണ് അത് മുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു MLA യോ MP യോ വന്ന് ഇതിലേക്കുള്ള ഒരു സൊല്യൂഷന്, ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പകരം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് MLA അവിടെ ശിരൂരിലേക്ക് പോകേണ്ടെന്നല്ല, പകരം ഇവിടെ സ്വന്തം മണ്ഡലത്തിൽ 10-30ഓളം വീടുകൾ ഇവിടെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ വന്ന് ഒരു വിസിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം പോലും ചെയ്യാതെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോയിട്ട് എന്താണ് കാര്യം? അതാണ് നമുക്ക് പറയാനുള്ളത്. റെയിൽവേയുടെ അധീനതയിലായതിനാൽ ഈ പ്രശ്നത്തിന് പരിഹാരമേകുന്നതൊന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാനാവാത്ത സ്ഥിതിയാണെന്ന് ജനപ്രതിനിധികൾ പറയുന്നു.
ഓവുചാൽ കവിഞ്ഞൊഴുകി വീട്ടുപരിസരങ്ങളിൽ വെള്ളം കയറിയതോടെ ഓടയിലെ മാലിന്യം നീക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി SDPI പ്രവർത്തകർ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി സോമണ്ണയ്ക്ക് നിവേദനവും നൽകിയിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. നീണ്ട വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം കാണിച്ച ആ സൗമ്യമായ ആ പെരുമാറ്റവും അതുപോലെ തന്നെ നല്ല പദ്ധതികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവുകളും ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല. അദ്ദേഹം നമുക്കറിയാം, പാവപ്പെട്ട രോഗികൾക്ക് അദ്ദേഹം ഏറ്റവും വലിയ സഹായം നൽകിയിരുന്നു. അതെല്ലാം പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനെല്ലാം തകിടമറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് പാവങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സഹായിക്കാനുള്ള ഒരു നയമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. നവകേരള സദസ്സ് കോടാനക്കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ആളെ കൂട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് പോലും ജനങ്ങളുടെ ഒരു അപേക്ഷ പോലും വാങ്ങാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അപേക്ഷ വാങ്ങി ആ അപേക്ഷക്ക് ഇന്നും പരിഹാരം കാണാതെ ഫയലിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറും ഇന്നത്തെ ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, DCC ജനറൽ സെക്രട്ടറിമാരായ MC പ്രഭാകരൻ, CV ജെയിംസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാജീവൻ നമ്പ്യാർ, ശാന്താകുമാരി ടീച്ചർ, കാട്ടുകൊച്ചി കുഞ്ഞികൃഷ്ണൻ, BA ഇസ്മായിൽ, സലിം യടനീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എതിർത്തോട്, ബാലകൃഷ്ണൻ പറങ്ങിയത്തോട്ടി, ഗംഗാധരൻ VK പാറ, CH വിജയൻ, മൊയ്തു ഹാജി ചേരൂർ എന്നിവർ സംസാരിച്ചു. വിനോദ് കുമാർ സ്വാഗതവും അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടുണർത്തി മഴക്കാല ബോധവൽക്കരണവുമായി GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ 50ഓളം അയൽപക്ക വീടുകൾ സന്ദർശിക്കുകയും മഴക്കാല രോഗപ്രതിരോധത്തിനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. നാടുണർത്തി മഴക്കാല ബോധവൽക്കരണവുമായി GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ പള്ളിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PV സജീവൻ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. കുട്ടികൾക്കാവശ്യമായ നിർദ്ദേശങ്ങളുമായാണ് ബോധവൽക്കരണ ക്ലാസ് നൽകിയത്. മിക്കവാറും രാത്രി കിടക്കുമ്പോൾ നമ്മൾ കൊതുക് കടിക്കുക. പക്ഷേ ഈഡിസ് കൊതുക് രാത്രി നിങ്ങളത്തേക്ക് വരികയേ ചെയ്യില്ല. എപ്പോൾ വരിക? പകൽ സമയത്ത് വരിക. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഏത് സമയത്തും കടിക്കാം. ഇപ്പോൾ പുറത്തെല്ലാം കുറ്റിക്കാട് ചെടിയെല്ലാം ഇല്ലേ, അവിടെ ഈ സാധനങ്ങൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. തട്ടം കിട്ടുമ്പോൾ വന്നിട്ട് നിങ്ങളെ കടിക്കും. അതിനെ കണ്ടാൽ വേഗം തിരിച്ചറിയാനും പറ്റും. അങ്ങനെ തിരിച്ചറിയാം, നല്ല സുന്ദരിയാണ് ആള്, നല്ല വെള്ളപ്പുള്ളിയിലെ സുന്ദരി കൊതുകാണ്. തുടർന്ന് കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകരും ആശാ വർക്കർമാരും കുട്ടികളോടൊത്ത് 50ഓളം അയൽപ്പക്ക വീടുകൾ സന്ദർശിക്കുകയും മഴക്കാല രോഗപ്രതിരോധത്തിനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. വീടുകളിൽ നിന്ന് കുട്ടികൾ തന്നെ കൊതുക് പ്രചരണത്തിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചത് നാട്ടുകാരിൽ കൗതുകമുണർത്തി. മഴക്കാല ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ വീടുകളിലെത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ മഴക്കാല ബോധവൽക്കരണത്തിന് തുടക്കം കുറിക്കുവാനായെന്നും സ്കൂൾ പ്രഥമാധ്യാപകൻ K ഹരിദാസ് പറഞ്ഞു. ഈ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള GTയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സമീപപ്രദേശത്തെ വീടുകളിലേക്കാണ് നമ്മൾ പോയത്. വീടുകളിൽ പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ വീട്ടുകാരോട് പറയുമ്പോൾ അവർ വളരെ നല്ല ഒരു രീതിയിലാണ് അത് സ്വീകരിച്ചത്. വീടുകളിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ തന്നെ രോഗം പിടിപെടാനുള്ള അല്ലെങ്കിൽ രോഗ പടർച്ചയുടെ നല്ല സാധ്യതകൾ ഓരോ വീട്ടിലും കുട്ടികൾ കണ്ടെത്തി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുകയാണ്. കാരണം ഒരു കൊതുകിൻ്റെ ഒരു പ്രചരണത്തിനുള്ള സാധ്യതകളൊക്കെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അപ്പം തന്നെ അത് മൂടാൻ ആവശ്യമായ ഒരു നിർദ്ദേശം കൊടുക്കുകയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടായത്. അപ്പോൾ അത് കുട്ടികൾക്ക് അവരുടെ വീട്ടിലും സമൂഹത്തിലെ മറ്റു വീടുകളിലും അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ
പാകത്തിലുള്ള ഒരു പ്രവർത്തനം ആണ് ഇപ്രാവശ്യം ഏറ്റവും കാലികമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തന രീതിയിലാണ് ഇതിനെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനത്തെ ഞാൻ കാണുന്നത്. സ്കൂൾ പ്രഥമാധ്യാപകൻ കെ ഹരിദാസ്, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ വി ജിജി, സീനിയർ അസിസ്റ്റന്റ് ടി വി രജനി, സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷമീർ, PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. ബേക്കൽ അരവിന്ദ യൂണിഫോം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാസ്കറ്റ് ബോളിന് തീരദേശ കളിത്തൊട്ടിലായി കടാങ്കോട് ഗ്രാമം. 4 പതിറ്റാണ്ടായി മറ്റ് ഗെയിമുകൾക്കൊപ്പം ബാസ്കറ്റ് ബോൾ കളിയിൽ കുരുന്നുകളെ വാർത്തെടുക്കുന്നതിൽ സംസ്ഥാന പരിശീലകരായ നാട്ടുകാർ ഏത് സമയത്തും തയ്യാർ. നേരം പുലരുമ്പോൾ കാടാങ്കോട് ഗ്രാമത്തിലെ സാധാരണ കാഴ്ചയാണ് ബാസ്കറ്റ് ബോൾ പരിശീലിക്കുന്ന കുട്ടികൾ. വൈകുന്നേരം യുവാക്കളും മുതിർന്നവരും ഈ കളിയിലേർപ്പെടും. ഇത് കണ്ട് വളർന്ന പുതുതലമുറയും പാരമ്പര്യത്തെ കൈവിടാതെ ബാസ്കറ്റ് ബോൾ കളിയെ നെഞ്ചേറ്റുന്നു. അനേകം ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുത്ത കാടങ്കോട് എന്ന പ്രദേശത്ത് നിന്ന് പുതിയ പ്രതിഭകളെ കായിക ചരിത്രത്തിന് സംഭാവന ചെയ്യുവാനുള്ള ലക്ഷ്യത്തിലാണുള്ളത്. ഉത്തര മലബാറിലെ കളിക്കളങ്ങളിൽ നിറഞ്ഞാടിയ അനേകം പ്രതിഭകൾക്ക് ജന്മം നൽകിയ കാടാങ്കോട് ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി 7 മാസം കുട്ടികൾക്ക് ബാസ്കറ്റ് ബോൾ പരിശീലനം നടത്തി വരുന്നത്. 1ാം തരം മുതൽ +2 വരെ പഠനം നടത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികളായ 60 പേരാണ് ജയ്ഹിന്ദ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇടുക്കിയിൽ നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലാ ടീമിലേക്ക് 24 ടീം അംഗങ്ങളിൽ ജയ്ഹിന്ദ് ക്ലബിൻ്റെ 13 താരങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സബ് ജൂനിയർ ആൺകുട്ടികളിൽ 6ഉം പെൺകുട്ടികളിൽ 7 പേരുമാണ്. കാടങ്കോടിൻ്റെ കായിക വളർച്ചയ്ക്കായി നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പ്രവാസികളുമായ നാട്ടുകാരും രക്ഷിതാക്കളും ക്ലബിനൊപ്പം നിൽക്കുന്നുവെന്നതാണ് വിജയങ്ങളുടെ സൂത്രവാക്യം. മുൻ ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ താരങ്ങളും വിമുക്ത ഭടന്മാരും ഇന്ത്യൻ നേവൽ അക്കാദമി ടീം പരിശീലകരുമായ TK വിനോദ്, മുട്ടത്ത് ബാബുരാജ്, M നിതീഷ് കുമാർ എന്നിവരുടെ ടീമാണ് കഴിഞ്ഞ 7 മാസമായി ക്യാമ്പ് നയിക്കുന്നത്. കുറേ കായിക താരങ്ങളെ സ്റ്റേറ്റ് തലത്തിലും ജില്ലാതലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന് സാധിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി വെക്കേഷൻ ടൈമിനും അല്ലാത്ത സമയത്തും ഇവിടെ കോച്ചിങ് നടത്താറുണ്ട്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾ നൽകുന്നുണ്ട്. ജില്ലാതലത്തിൽ സംസ്ഥാനത്തിലും ഒട്ടേറെ നിരവധി കായിക താരങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കോച്ചുമാരായ ബാബുരാജും വിനോദൊക്കെ സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചവരാണ്. ഇപ്പോൾ നിലവിലുള്ള ജില്ലാ സ്പോർട്സ് ഓഫീസർ സുദീപ് ബോസ് ഈ ക്ലബിൻ്റെ സംഭാവനയാണ്. കരുണാകരൻ മുട്ടത്ത്, പത്മനാഭൻ മാടായി, കിരൺ കടവത്ത് എന്നിവർക്കാണ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കാടാങ്കോട് ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ബാസ്കറ്റ് ബോൾ പരിശീലന ക്യാമ്പിൻ്റെ മേൽനോട്ടം. കാടാങ്കോട് ഗ്രാമത്തിൽ നിന്നും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് താരങ്ങൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ. കബഡി, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ വിവിധ ഗെയിമുകളും ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. ഗസറ്റഡ് ജീവനക്കാരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി കേരളത്തിൽ ഒരു സമര പ്രസ്ഥാനമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് CPI. നിരവധി വർഷങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന നിരവധി മുദ്രാവാക്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ സമ്പ്രദായം, പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നിരവധിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ പോയ കാലങ്ങളിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് KGOM. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ, ജോയിന്റ് കൌൺസിൽ ജില്ലാ ട്രഷറർ രാജൻ, AKSTU പ്രതിനിധി K. പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഷിജോ KA സ്വാഗതവും കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ അശ്വിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. അനുമോദനവും ഒരുക്കി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും SSLC +2 പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. കാഞ്ഞങ്ങാട് MN സ്മാരക ഹാളിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ഇപ്പോൾ നൽകുന്ന പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അധികമായി ലഭ്യമായി തുടങ്ങിയില്ല എങ്കിലും ഒട്ടുമിക്കാലും പയ്യന്നൂർ തൃക്കരിപ്പൂരിലൊക്കെ വരുന്നത്, അതായത് M24 എന്നൊരു ആപ്പ്, അതായത് നമ്മുടെ മൊബൈലിൽ നമ്മുടെ M24 എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ഡീറ്റെയിലും, നമ്മൾ ഏത് സെക്ഷനിലാണോ ജോലി ചെയ്യുന്നത് ആ ജോലി, സ്ഥാപനത്തിൻ്റെ പേര്, ID നമ്പർ, യൂണിറ്റിൻ്റെ പേര്, ജില്ല, ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിലുകൾ കൊടുത്തു കഴിഞ്ഞുകൊണ്ട് നമ്മളതിൽ 100 രൂപ ചാർജും വരുന്നുണ്ട്. അതിൽ നമ്മൾ ആഡ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ യൂട്യൂബ് വഴി പ്രചരണത്തിലുണ്ട്. കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് M. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി T. ദേവിദാസ് സംഘടന, ജില്ലാ ട്രഷറർ മനു വിനായക ട്രെയിനിംഗ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് വിശദീകരണം നടത്തി. SSLC +2 പരീക്ഷകളിലും മറ്റ് മേഖലകളിലും വിജയികളായവർ അനുമോദനം ഏറ്റുവാങ്ങി. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മഹേഷ് റാവു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച നടന്നു. സംസ്ഥാന ആർബിട്രേഷൻ കമ്മിറ്റി അംഗം രതീഷ് മടിക്കൈ, സംസ്ഥാന കമ്മിറ്റി അംഗം MV അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K. പ്രേംകുമാർ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രജിത് ആവിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റോഡ് തകർച്ചയിൽ വലഞ്ഞ് അമ്പലത്തറയുടെ സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാർ. അമ്പലത്തറ ചതുരക്കിണർ കാട്ടിപ്പാറ റോഡ് തകർച്ചയിലായിട്ട് വർഷങ്ങളായി. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ റോഡ്. നിലവിൽ 100 മീറ്റർ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് 5 ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം അനുവദിച്ചിരുന്നു. കോൺക്രീറ്റ് റോഡിനാണ് പണം നീക്കിവെച്ചത്. എന്നാൽ നാളിതുവരെ പണി ഏറ്റെടുത്ത കരാറുകാരൻ റോഡ് പണി തുടങ്ങാൻ തയ്യാറായിട്ടില്ല. അധികം ഈ റോഡിനെയാണ് അധികം വിദ്യാർത്ഥികൾ അമ്പലത്തറ സ്കൂളിൽ പോകാൻ ആശ്രയിക്കുന്നത്. കുറേ കുട്ടികൾ ഇവിടെ വീണു. സൈക്കിളിൽ പോകാനോ ബൈക്കായാലും ഏത് വാഹനത്തിന് പോയാലും വാഹനം വരുന്നില്ല. കൂടാതെ ആ റോഡിൽ നിന്ന് റിക്ഷ അവിടെ വരെ നിർത്തിയിട്ടാണ് ബാക്കി സാധനമെല്ലാം കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഗർഭിണികൾ, വയസ്സായവർ അവരെല്ലാം കൂടുതൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് പഞ്ചായത്ത് അധികൃതർ ഒരു നല്ലൊരു തീരുമാനം ടാറിങ് വരേണ്ട രീതിയിൽ ആക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡ് തകർന്നതോടെ ഓട്ടോകൾ പോലും ഇതുവഴി വരാതെയായി. പല ഇടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കുമ്പള, ബാലൻപാറ പ്രദേശവാസികളാണ് റോഡില്ലാത്തതിനാൽ ദുരിതമനുഭവിക്കുന്നത്. കുളിയമ്മരം ബാലൻപാറ റോഡിൽ നിന്ന് 120 മീറ്ററോളം ചതുരക്കിണർ കാട്ടിപ്പാറ റോഡ് വരെ ടാറിംഗ് പ്രവൃത്തി നടത്തി ഗതാഗതം സുഗമമാക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NCPS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CP ഉഴവൂർ വിജയൻ അനുസ്മരണം നടത്തി. പുഷ്പാർച്ചനയും നടത്തി. NCP മുൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ ഇടതുമുന്നണി നേതാവുമായിരുന്ന ഉഴവൂർ വിജയനെ NCPS ജില്ലാ കമ്മിറ്റി അനുസ്മരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി C. ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാപ്പകൽ സമയം നടക്കുമ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ നിന്നാണ് വന്നത്. ഒരു ബാങ്കുമായിട്ടാണ് വന്നത്. ജനീശ്വരം ഹാപ്പി ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു സഹായം വേണം, കാരണം ഞാൻ സിരിഞ്ചുമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഷുഗർ വളരെ കൂടിയതുകൊണ്ട് അതുകൊണ്ട് രാത്രി അവിടെ തങ്ങുമ്പോൾ നമ്മുടെ ജനീശ്വരത്തിലൊക്കെ ഒരു ജോയി ഉണ്ടായിരുന്നു. ജോയി അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ കിടക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യൻ, ജില്ലാ ട്രഷറർ ബെന്നി നാഗമറ്റം, ജനറൽ സെക്രട്ടറിമാരായ ഉദനൂർ സുകുമാരൻ, സിദ്ദിഖ് കൈക്കമ്പ, AT വിജയൻ, OK ബാലകൃഷ്ണൻ, ഖദീജ മുഗ്രാൽ, രാഹുൽ നിലാങ്കര, ഉബൈദുള്ള കടവത്ത് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. T. നാരായണൻ സ്വാഗതവും സീനത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ റോഡിൽ മാൻഹോളിന്റെ സ്ലാബ് തുറന്ന നിലയിൽ. വാഹനയാത്രികർ അപകടഭീതിയിൽ. മഞ്ചേശ്വരം കുണ്ടുകുളുക്കയിൽ മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. ചെങ്കള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മഴക്കാല ബോധവൽക്കരണവുമായി GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറ ചതുരക്കിണർ കാട്ടിപ്പാറ റോഡ് തകർച്ചയിലായി വർഷങ്ങളായി. വലഞ്ഞ് യാത്രക്കാർ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.